ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇന്ന് IPL സൂപ്പർ സൺഡേ ആണ്. 2 മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒന്ന്, വിശാഖപട്ടണത്ത് ഡൽഹി ക്യാപിറ്റൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടുന്നു. രണ്ടാമത്തെ മത്സരം അസമിലെ ഗുവാഹട്ടിയിലാണ്. രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടുന്നു. ഇതിൽ നമുക്ക് ആദ്യം ഈവനിംഗ് മാച്ചായ ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് നോക്കാം. SRHന്റെ മൂന്നാമത്തെ മത്സരമാണിത്. 286 റൺസ് സ്കോർ ചെയ്ത ആദ്യത്തെ മത്സരത്തിൽ അവർ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചു. എന്നാൽ രണ്ടാം മത്സരത്തിൽ അവർ 286 റൺസ് സ്കോർ ചെയ്ത അതേ സ്റ്റേഡിയത്തിൽ 200-ന് താഴെ ലക്നൗ സൂപ്പർ ജയൻസ് അവരെ ഒതുക്കി. എന്നിട്ട് ആ സ്കോർ 16 ഓവറിൽ ചേസ് ചെയ്ത് വിജയിക്കുകയും ചെയ്തു. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യം പറഞ്ഞാൽ അവരുടെ അവസാന മത്സരവും ലക്നൌവിനെതിരെ തന്നെയായിരുന്നു. എന്നാൽ അശുതോഷ് ശർമ്മയുടെ ഒരു ബ്രില്യന്റ് ഇന്നിംഗ്സിലൂടെ അവർക്ക് ലക്നൌവിനെതിരെ വിജയം നേടാനായി. അങ്ങനെ തുടർച്ചയായ രണ്ടാം ജയമാണ് ഡൽഹി ക്യാപിറ്റൽസ് ലക്ഷ്യമിടുന്നത്. സൺറൈസേഴ്സ് ആവട്ടെ വിജയ വഴിയിലേക്ക് തിരിച്ചെത്താനും. ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കിയാൽ കളി നടക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിന്റെ സെക്കൻഡ് ഹോമായ വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണം റൺസ് ഒഴുകുന്ന പിച്ചാണ്. ഇവിടെ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ LSG ഉയർത്തിയ 211 വിജയലക്ഷ്യം അവസാന ഓവറിൽ ഡൽഹി ക്യാപിറ്റൽസ് മറികടന്നിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അശുതോഷ് ശർമ്മയായിരുന്നു ആ ഇന്നിംഗ്സിലെ ഹീറോ. തോൽവിയുടെ തൊട്ടു മുൻപിൽ നിന്നാണ് അശുതോഷ് ശർമ്മ അവരെ രക്ഷിച്ചത്. അതിന് തൊട്ടു മുൻപ് നടന്ന മത്സരങ്ങളിൽ 191, 272 ഇങ്ങനെയായിരുന്നു അവിടുത്തെ ഫസ്റ്റ് ഇന്നിംഗ്സ് സ്കോറുകൾ. ഈ മത്സരത്തിൽ അവിടെ കളിക്കുന്നതാവട്ടെ സൺറൈസേഴ്സ് ഹൈദരാബാദ്. അതുകൊണ്ട് ഈ മത്സരത്തിൽ ഒരു 200+ സ്കോർ അല്ലെങ്കിൽ ഒരു 220+ സ്കോർ വന്നാലും അതിശയിക്കാനില്ല. എന്നാൽ ഇക്കാര്യം പറയുമ്പോൾ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ചപ്പ് ഉണ്ട്, ഒരു ഇൻട്രസ്റ്റിംഗ് കോൺടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ചെന്നൈ RCBയുടെ കാര്യം പറഞ്ഞപ്പോൾ രജത് പട്ടിദാറും CSK സ്പിന്നേഴ്സും തമ്മിലുള്ള ഒരു മാച്ചപ്പിനെ പറ്റി പറഞ്ഞിരുന്നു. ഇവിടെ വരുമ്പോൾ അത് മിച്ചൽ സ്റ്റാർക്ക് വേഴ്സസ് സൺറൈസേഴ്സ് ടോപ്പ് ഓർഡർ ആണ്. സൺറൈസേഴ്സ് ബാറ്റിംഗിന്റെ നെടുന്തൂണായ, അവർക്ക് എക്സ്പ്ലോസീവ് സ്റ്റാർട്ടുകൾ നൽകുന്ന ബാറ്ററായ ട്രാവിസ് ഹെഡിന് സ്വന്തം നാട്ടുകാരൻ തന്നെ മിച്ചൽ സ്റ്റാർക്കുമായി അത്ര നല്ല റെക്കോർഡല്ലുള്ളത്. ഇതുവരെ അവർ പരസ്പരം നേരിട്ടുള്ള 7 മത്സരങ്ങളിൽ വെറും 8 റൺസ് മാത്രമാണ് ഹെഡിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. 5 തവണ സ്റ്റാർക്ക് ഹെഡിനെ പുറത്താക്കി. അതിൽ 4 തവണയും ബൗൾഡ് ആയിരുന്നു. കഴിഞ്ഞ വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ നടന്ന ക്വാളിഫയറും അതുപോലെ തന്നെ ഫൈനലും നോക്കിയാൽ കാര്യം നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവും. ആ 2 മത്സരങ്ങളിലും സൺറൈസേഴ്സിന്റെ ടോപ്പ് ഓർഡറിന്റെ മുനയൊടിച്ചത് മിച്ചൽ സ്റ്റാർക്കാണ്. ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റ് ചെയ്തപ്പോൾ സ്ട്രൈക്ക് എടുത്ത ഹെഡിനെ സ്റ്റാർക്ക് പുറത്താക്കി. അതുകൊണ്ട് തന്നെ ഫൈനൽ വന്നപ്പോൾ അഭിഷേക് ശർമ്മയെ സ്ട്രൈക്ക് എടുക്കാനായി ഹെഡ് നിയോഗിച്ചു. ഇവിടെ മിച്ചൽ സ്റ്റാർക്ക് അഭിഷേക് ശർമ്മയും പുറത്താക്കി. അതുകൊണ്ട് തന്നെ ഒരു സ്പൈസി കോൺടെസ്റ്റ് ആയിരിക്കും. കഴിഞ്ഞ വർഷത്തെ ക്വാളിഫയറിന്റെ ആയാലും ഫൈനലിന്റെ ആയാലും ആ ഒരു വിധി നിർണ്ണയിച്ചത് മിച്ചൽ സ്റ്റാർക്കിന്റെ ബോളിംഗ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൺറൈസേഴ്സിന് ഒരു 220 അല്ലെങ്കിൽ 230+ സ്കോർ എടുക്കണമെങ്കിൽ ആദ്യം അവർ മിച്ചൽ സ്റ്റാർക്കിന്റെ ആ ഒരു ത്രെറ്റ് നെഗേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ഹെഡും അഭിഷേക് ശർമ്മയും ഓവർകം ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഡൽഹി ക്യാമ്പിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. KL രാഹുൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ അരങ്ങേറ്റം കുറിക്കും. തന്റെ കുഞ്ഞിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട ആദ്യ മത്സരത്തിൽ രാഹുൽ കളിച്ചിരുന്നില്ല. ഇന്ന് കളിക്കുമ്പോൾ മിക്കവാറും മിഡിൽ ഓർഡറിൽ, അതായത് സമീർ റിസ്ട്രി ബാറ്റ് ചെയ്ത ഒരു 4ാമത്തെ പൊസിഷനിലേക്കായിരിക്കും മിക്കവാറും രാഹുൽ സ്ലോട്ട് ആവുക. കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ ഡുപ്ലസിസും മഗർക്കുമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ സാധ്യത. ഈ 4ാം നമ്പർ പൊസിഷൻ എന്ന് പറയുന്നത് രാഹുൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള, രാഹുലിന് നല്ല റെക്കോർഡുള്ള ഒരു സ്ലോട്ട് തന്നെയാണ്. അപ്പോൾ മിക്കവാറും ഒരു ഡയറക്റ്റ് സ്വാപ്പായിട്ടായിരിക്കും രാഹുൽ വരാൻ സാധ്യത. പിന്നീട് LSGക്കെതിരെയുള്ള മത്സരത്തിൽ ഡൽഹിയുടെ പേസറായ മുകേഷ് കുമാറിന് ഒരു ചെറിയ പരിക്കേറ്റിരുന്നു. ഇനി ആ ഇഞ്ചുറിയിൽ നിന്ന് മുകേഷ് റിക്കവർ ആയിട്ടില്ലെങ്കിൽ ദർശൻ നൽകണ്ടെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ മുകേഷിനെ റീപ്ലേസ് ചെയ്യുക. കാരണം അവരുടെ നിരയിൽ നടരാജൻ ഉണ്ട്, പക്ഷെ നടരാജൻ ഇപ്പോഴും ആ ഒരു ഫുൾ ഫിറ്റ്നസ്സിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നടരാജൻ റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ നടരാജൻ മുകേഷിനെ റീപ്ലേസ് ചെയ്യും. പക്ഷെ എങ്കിലും ദർശൻ നൽകണ്ടേക്ക് തന്നെയാണ് ചാൻസ് ഉള്ളത്. അതല്ലാതെ ഡൽഹി ടീമിൽ വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യത കാണുന്നില്ല. ഇനി സൺറൈസേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നാലും സൺറൈസേഴ്സിനും ആ ഒരു ടീമിൽ ഒരു മാറ്റം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഇപ്പൊ പിച്ചിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദിലെ പിച്ചിലെ പോലെ തന്നെ ബാറ്റിംഗ് തുടങ്ങുന്ന പിച്ചാണ് വൈസാഗിലേത്. അതുകൊണ്ട് തന്നെ സൺറൈസേഴ്സ് ടീമിൽ ഒരു ചേഞ്ച് ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം പിച്ച് വലിയ ചേഞ്ച് ഒന്നുമില്ല, ഏകദേശം ബാറ്റിങ്ങിനെ തുടങ്ങുന്ന പിച്ച് തന്നെയാണ്. അതുകൊണ്ട് ഒരു സ്ട്രാറ്റജി വൈസ് വലിയ ചേഞ്ച് ഒന്നും സൺറൈസേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ടീം ന്യൂസ് വരുന്നത്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. അത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ വേഴ്സസ് മിച്ചൽ സ്റ്റാർക്ക്, ഈ ഒരു കോൺടെസ്റ്റ് ആണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിഫയറിലായാലും ഫൈനലിലായാലും വിജയം മിച്ചൽ സ്റ്റാർക്കിനൊപ്പമായിരുന്നു. ഇന്ന് അതുപോലെ അവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ പവർ പ്ലേയിൽ തന്നെ ഒരു ഡെന്റ് വീഴ്ത്താൻ, ഒരു ഇൻട്രോഡ് ക്രിയേറ്റ് ചെയ്യാൻ മിച്ചൽ സ്റ്റാർക്കിന് കഴിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സൺറൈസേഴ്സിനെ തോൽപ്പിക്കാനുള്ള ഏക വഴിയെന്ന് പറയുന്നത് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തുക എന്നതാണ്. അത് കഴിഞ്ഞ മത്സരത്തിൽ LSG കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യം പവർ പ്ലേയിൽ തന്നെ 2-3 വിക്കറ്റുകൾ വീഴ്ത്തുക, പിന്നീട് തുടർച്ചയായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ടേയിരിക്കുക. അതല്ലാതെ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചിൽ സൺറൈസേഴ്സിനെ പോലൊരു ടീമിനെ പിടിച്ചു കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പറഞ്ഞ 3 പേരല്ലാതെ കുൽദീപ് യാദവിന്റെ പെർഫോമൻസും ഞാൻ ഉറ്റുനോക്കുന്നുണ്ട്. അതിന് കാരണം കഴിഞ്ഞ സീസണിൽ ഒരു റെക്കോർഡ് പവർ പ്ലേ സ്കോറാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് DCക്കെതിരെ സ്കോർ ചെയ്തത്. 6 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 125. IPLന്റെ ചരിത്രത്തിൽ ആദ്യമായി 300 എന്നൊരു കൂറ്റൻ സ്കോർ സൺറൈസേഴ്സ് നേടുമെന്ന് തോന്നിച്ചെങ്കിലും അതിൽ നിന്ന് അവരെ പിന്നോട്ട് വലിച്ചത് കുൽദീപ് യാദവിന്റെ പെർഫോമൻസ് ആണ്.
അങ്ങനെ 6 ഓവറിൽ 125 റൺസ് എടുത്തെങ്കിലും അവരുടെ ടോട്ടൽ സ്കോർ 266 ഒതുങ്ങി. അതുകൊണ്ട് കുൽദീപ് യാദവിന്റെ പെർഫോമൻസും ഞാൻ ഉറ്റുനോക്കുന്ന ഒന്നാണ്. മിച്ചൽ സ്റ്റാർക്കിന് പവർ പ്ലേയിൽ തന്നെ ഒരു ഡെന്റ് വീഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വിശാഖപട്ടണത്തെ റണ്ണൊഴുകുന്ന പിച്ചിൽ ഒരു ഹൈ സ്കോറിംഗ് ത്രില്ലർ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിനി ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിലേക്ക് പോവാം. അസാമിലെ ഗുവാഹത്തിയിൽ വെച്ച് രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടുന്നു. രാജസ്ഥാൻ റോയൽസിനത് തങ്ങളുടെ സെക്കൻഡ് ഹോമായ ഗുവാഹത്തിയിലെ അവസാന മത്സരമാണ്. ഇവിടെ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് രാജസ്ഥാൻ പരാജയപ്പെട്ടിരുന്നു. അതിനു മുൻപ് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ഹൈദരാബാദിൽ വെച്ചും പരാജയപ്പെട്ടു. സീസണിലെ ആദ്യത്തെ 2 മത്സരങ്ങളിലും തോൽവി. തങ്ങളുടെ സ്ഥിരം ഹോമായ ജയ്പൂരിലേക്ക് മടങ്ങും മുൻപ് ആദ്യ വിജയം നേടാനാണ് അവർ ലക്ഷ്യമിടുന്നത്. എതിരാളികൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെപ്പോക്കിൽ നടന്ന ആദ്യ മത്സരത്തിൽ ചിരവൈരികളായ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയ CSK രണ്ടാം മത്സരത്തിൽ RCBയോട് ദയനീയമായി പരാജയപ്പെട്ടു. ഗുവാഹട്ടിയിലേത് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതുപോലെ സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചാണ്. രാജസ്ഥാൻ റോയൽസിനായാലും ചെന്നൈ സൂപ്പർ കിങ്സിനായാലും അവരുടെ ബെസ്റ്റ് കോമ്പിനേഷൻ ഇതേവരെ ഫിഗർ ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയും. രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ വർഷത്തെ ടീമേ അല്ല. കഴിഞ്ഞ വർഷം അവർ അശ്വിനിലൂടെയും ചഹലിലൂടെയും മിഡിൽ ഓവേഴ്സ് കൺട്രോൾ ചെയ്തിരുന്നു. എന്നാൽ ഈ സീസണിൽ അവർക്കത് നടക്കുന്നില്ല. കഴിഞ്ഞ സീസണിൽ പവർ പ്ലേയിൽ ബോൾട്ട് നിരന്തരമായി വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. ഇത്തവണയാകട്ടെ ആർച്ചർ റൺസ് വഴങ്ങുന്നു. ആദ്യ മത്സരത്തിൽ 4 ഓവറിൽ 76 റൺസാണ് ആർച്ചർ വഴങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഓവറിൽ ഭേദപ്പെട്ട രീതിയിൽ ബോൾ ചെയ്തെങ്കിലും പിന്നീട് ആർച്ചർ വീണ്ടും എക്സ്പെൻസീവായി. കഴിഞ്ഞ മത്സരത്തിൽ സ്പിന്നിനെ അനുകൂലിക്കുന്ന ഗുവാഹത്തി പിച്ചിൽ അവർ സത്യത്തിൽ സ്പിന്നിനെ ഓവർ യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ക്വിന്റൺ ഡീകോക്ക് അത് നന്നായി ക്യാഷ് ഇൻ ചെയ്യുകയും കൊൽക്കത്തയെ വിജയത്തിലെത്തിക്കുകയും ചെയ്തു. ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ എതിരാളികൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സൈഡ് തന്നെ സ്പിൻ പിച്ചുകളിൽ ഡോമിനേറ്റ് ചെയ്യാനായി ബിൽഡ് ചെയ്ത ഒന്നാണ്. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നത് പോലെ ജഡേജ, അശ്വിൻ, നൂർ അഹമ്മദ്. അതിൽ നൂർ അഹമ്മദ് മികച്ച ഫോമിലാണ്. സ്പിന്നിന് ചെറിയൊരു സപ്പോർട്ട് കിട്ടിയാൽ തന്നെ നൂർ വളരെ ഡേഞ്ചറസ് ആവും. ആദ്യ മത്സരത്തിൽ 4 വിക്കറ്റ് വീഴ്ത്തി നൂർ കഴിഞ്ഞ മത്സരത്തിൽ 3 വിക്കറ്റ് വീഴ്ത്തി. 2 മത്സരങ്ങളിൽ നിന്നായി 7 വിക്കറ്റുകൾ. കഴിഞ്ഞ മത്സരത്തിലേതുപോലെ സ്പിന്നെ തുണയ്ക്കുന്ന പിച്ചാണ് ഗുവാഹത്തിയിലേതെങ്കിൽ നൂർ ഡേഞ്ചറസ് ആകുമെന്നതിൽ സംശയമില്ല. കൂടെ സപ്പോർട്ടിനായി ജഡേജയും അശ്വിനുമുണ്ട്. ഇനി രാജസ്ഥാൻ ടീമിലേക്ക് വന്നാൽ ഈ മത്സരത്തിൽ കൂടി സഞ്ജു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് തന്നെയായിരിക്കും കളിക്കുക. കഴിഞ്ഞ മത്സരത്തിൽ കാര്യമായി സ്കോർ ചെയ്തില്ലെങ്കിലും സഞ്ജു ടച്ചിലാണ്. എന്നാൽ ജയ്സ്വാളിന്റെ ഫോം രാജസ്ഥാനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ജയ്സ്വാൾ കൂടി ഫോം ആയി കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് കോമ്പിനേഷനാണ് ജയ്സ്വാൾ സഞ്ജു എന്നത്. അതുകൊണ്ട് ജയ്സ്വാൾ ഫോമിൽ എത്തേണ്ടത് രാജസ്ഥാന് ആവശ്യമാണ്. പിന്നീട് കഴിഞ്ഞ മത്സരത്തിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഷിംറോൺ ഹെറ്റ്മേർ വളരെ ലോ ആയിട്ടാണ് ബാറ്റിംഗ് ഓർഡറിൽ ഇറങ്ങുന്നത്. ഇവർ ബട്ട്ലറിനെയൊക്കെ വിട്ടുകളഞ്ഞ് നിലനിർത്തിയ ഒരു ഫോറിൻ പ്ലെയർ ആണ്. ഓഫ് കോഴ്സ് അവരൊരു ഫിനിഷർ റോളിലായിരിക്കും ഷിംറോൺ ഹെറ്റ്മറിനെ കാണുന്നത്. പക്ഷേ എങ്കിലും അവസാനം ഒരു 10 ബോളുകൾ അല്ലെങ്കിൽ 15 ബോളുകൾ മാത്രം ഇങ്ങനെ റീറ്റെയിൻ ചെയ്ത ഒരു ഫോറിൻ ബാറ്റർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു നീതീകരിക്കാൻ കഴിയാത്ത സംഭവമാണ്. ഹെറ്റ്മേറിന് കുറച്ചുകൂടി പന്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഹെറ്റ്മേർ ഒരു ടച്ചിലാണെങ്കിൽ കുറച്ചുകൂടി ഡേഞ്ചറസ് ആവും. അപ്പോൾ ഹെറ്റ്മേർ വളരെ ലോയിലാണ്, അതായത് ബാറ്റിംഗ് ഓർഡറിൽ വളരെ താഴ്ന്നാണ് ഇറങ്ങുന്നത്. അപ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ നമ്മുടെ ഹെറ്റ്മേറിനെ കുറച്ചുകൂടി പുഷ് ചെയ്യേണ്ട ആവശ്യമാണ്. പിന്നീട് ശുഭം ദുബെ ആദ്യ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. റിയാൻ പരാഗും വലിയൊരു സ്കോർ എത്തിയിട്ടില്ലെങ്കിൽ കൂടി അത്യാവശ്യം ടച്ചിലാണ്. ധ്രുവ് ജുറേലും ടച്ചിലാണ്. ഓപ്പണിംഗിൽ ജയ്സ്വാളിന്റെ ഫോം, അതുപോലെ ഹെറ്റ്മേറിന്റെ ബാറ്റിംഗ് പൊസിഷൻ, ഇങ്ങനെ ആ ഒരു ബാറ്റിംഗ് ഓർഡറിൽ അവർക്ക് ആശങ്ക നൽകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ സോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള, കാരണം ഓൾറെഡി 2 മത്സരങ്ങൾ തോറ്റു, ഇനി മുമ്പോട്ട് പോകുമ്പോൾ അവർ സോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ബോളിംഗിലേക്ക് വരുമ്പോഴാണ് രാജസ്ഥാന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. ആർച്ചർ ഫോമിലല്ല. കഴിഞ്ഞ കളിയിൽ പിന്നെ ഫറൂഖിയെ കളിപ്പിച്ചില്ല. അതുപോലെ 2 സ്പിന്നർമാർ കളിച്ചു. പക്ഷെ അവർക്കും തീക്ഷ്ണ പവർ പ്ലേ നന്നായിട്ട് ബോൾ ചെയ്യാൻ കഴിവുള്ള ബോളറാണ്. അത്യാവശ്യം ഇക്കോണമിക്കലാണ്. അതുപോലെ ഹസരംഗയും വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉണ്ട്. പക്ഷെ എന്നാലും കഴിഞ്ഞ സീസണിൽ അശ്വിനും ചഹലും ചെയ്ത സംഭവം റെപ്ലിക്കേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് പ്രത്യേകിച്ച് സ്പിന്നെ പിന്തുണയ്ക്കുന്ന ഗുവാഹത്തി പോലൊരു പിച്ചിൽ അവർക്കത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് മറ്റു പിച്ചുകളിലോട്ടൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് അവർ ഫോമിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. 2 ഫോറിൻ സ്പിന്നേഴ്സാണ്, 2 ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ആ ഒരു ബോളിങ്ങിലും ഇവർക്ക് കൺസേൺസ് ഉണ്ട്. എക്സ്പെൻസീവ് ആണ്, പ്രോപ്പറായിട്ട് വിക്കറ്റ് എടുക്കുന്നില്ല, അങ്ങനെ കുറേ കൺസേൺസ് ഉണ്ട്. ഇനി പിന്നെ തുഷാർ ദേശ്പാണ്ഡെ ആയാലും അതുപോലെ തന്നെ ഇപ്പം മഹേഷ് ദീക്ഷണ ആയാലും ചെന്നൈ സൂപ്പർ കിങ്സിനെ നന്നായി അറിയാവുന്ന താരങ്ങളാണ്. ഓൾറെഡി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സെറ്റപ്പിൽ അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരങ്ങളാണ്. അങ്ങനെ അവർ തങ്ങളുടെ മുൻ ടീമിനെതിരെ എങ്ങനെ കളിക്കുമെന്നത് കൂടി ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ്. ഇനി CSKയുടെ കാര്യത്തിലേക്ക് വന്നാൽ RCB CSK മാച്ച് റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ CSKയുടെ സൈഡിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധോണിയുടെ ബാറ്റിംഗ് പൊസിഷൻ, അതുപോലെ പവർ പ്ലേയിൽ അത് നമ്മുടെ ഖലീലിന് ഒരു കോംപ്ലിമെന്റ് ചെയ്യാൻ നല്ലൊരു ബോർഡർ ഇല്ലാത്ത അവസ്ഥ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ഒരു ബെസ്റ്റ് ലൈനപ്പ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെവൺ കോൺവേർക്ക് വേണ്ടി കളിക്കുന്നില്ല. ഇവർക്ക് ഡെവൺ കോൺവേയും ഈ ടീമിൽ ഉൾപ്പെടുത്താനാവുന്നതേ ഉള്ളൂ. കാരണം സാം കറൻ ഒട്ടും ഫോമല്ല. ഇപ്പോൾ 2 മത്സരങ്ങളിലും 10+ എക്കോണമിയിലാണ് റൺസ് വഴങ്ങിയിരിക്കുന്നത്. ബാറ്റിങ്ങിലും കാര്യമായിട്ട് യാതൊരുവിധ ചലനങ്ങളും ഉണ്ടാക്കാൻ നമ്മുടെ സാം കറന് കഴിഞ്ഞില്ല. അപ്പം സാം കറനെ മാറ്റിയിട്ട് ഡെവൺ കോൺവേ ഓപ്പണിംഗ് കൊണ്ടുവരാം. എന്നിട്ട് ഡെവൺ കോൺവേ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവർ ഓപ്പൺ ചെയ്യാം. രച്ചിൻ രവീന്ദ്ര 1 ഡൗൺ സ്ലോട്ടിൽ നന്നായിട്ട് കളിക്കുന്ന താരമാണ്. അങ്ങനെ 1 ഡൗൺ സ്ലോട്ടിൽ രച്ചിനെ കൊണ്ടുവരാം. അപ്പോൾ ഓപ്പണിംഗ് ഇറങ്ങി നല്ല പ്രകടനം നടത്താൻ കഴിയാതിരുന്ന രാഹുൽ ത്രിപാഠിയെ നമ്പർ 4 കൊണ്ടുവരാം. ഇനിയും ത്രിപാഠി ഇല്ലെങ്കിൽ നമുക്ക്
ഹൂഡ ഔട്ട് ഓഫ് ടച്ച് ആണ്, അതുകൊണ്ട് നമുക്ക് വിജയ് ശങ്കറിനെ കളിപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ബാറ്റിംഗ് ഒന്നുകൂടി ശക്തമാവും. കോൺവേ, ഗെയ്ക്വാദ്, രച്ചിൻ, ത്രിപാഠി, വിജയ് ശങ്കർ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ മത്സരത്തിനേക്കാൾ ഓഫ് കോഴ്സ് ഇവരുടെ ഒരു ബാറ്റിംഗ് ഡെപ്ത് കൂടും. അത് മാത്രമല്ല ആ ഒരു ടോപ്പ് ഓർഡർ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇവർക്ക് പറ്റും. വെറുതെ ത്രിപാഠി ഇങ്ങനെ ഔട്ട് ഓഫ് പൊസിഷനിൽ കളിപ്പിക്കുന്നതിലും ഭേദം ഔട്ട് ഓഫ് ഫോം ആയിട്ടുള്ള സാം കറനെ മാറ്റിയിട്ട് ഡെവൺ കോൺവേ കൂടി ഇവരുടെ ഒരു സെറ്റപ്പിലേക്ക്, അവരുടെ ഒരു പ്ലേയിങ് 12 ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഓഫ് കോഴ്സ് ഒരു ബൗളർ ഷോർട്ട് ആവും. കാരണം സാം കറിന് പകരമാണ് ഡെവൺ കോൺവേ കൊണ്ടുവരുന്നതെങ്കിൽ ഒരു ലൈക്ക് ഫോർ ലൈക്ക് അല്ല, പകരം അവർക്ക് യൂസ് ചെയ്യാനാവുന്ന ഒരു ബോളറാണ് അൻഷുൽ കമ്പോജ്. കഴിഞ്ഞ സീസണിൽ മുംബൈക്ക് വേണ്ടി കളിച്ച പ്ലെയറാണ്. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക്കിലും നല്ല റെക്കോർഡുള്ള പ്ലെയറാണ്. അങ്ങനെ വരുമ്പോൾ അൻഷുൽ കമ്പോജിനെ ടീമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മുടെ ആ ഒരു ബൗളിങ്ങിന്റെ ഒരു ഡിസ്പാരിറ്റി മാറ്റാനായിട്ട് നമുക്ക് അൻഷുൽ കമ്പോജിനെ ടീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നീട് സിറ്റുവേഷൻ അനുസരിച്ച് ഒന്നുകിൽ പതിരാനെ അല്ലെങ്കിൽ എല്ലിസിനെ നമുക്ക് ടീമിലേക്ക് ഇടാം. അങ്ങനെയൊക്കെ ഇവർക്ക് കുറച്ചുകൂടി ടീം സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ഇതിൽ കൂടുതൽ ഞാൻ പറയാത്തത് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചെന്നൈ സൂപ്പർ കിങ്സ് ടീം മാച്ച് റിവ്യൂവിൽ ഇതിനെപ്പറ്റി കുറേ നേരം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആ പറഞ്ഞ നമ്മുടെ ധോണിയുടെ ബാറ്റിംഗ് പൊസിഷനും അതുപോലത്തെ കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ വീണ്ടും പറയാത്തത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് അവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഡെവൺ കോൺവേയും രച്ചിൻ രവീന്ദ്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർക്കൊരു ബെസ്റ്റ് പ്ലേയിങ് 12 ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രച്ചിൻ രവീന്ദ്ര വൺ ഡൗൺ ഒക്കെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് കളിക്കും, നല്ല ടച്ചിലുള്ള പ്ലെയറാണ്. കോൺവേയുടെ കാര്യം അറിയാം, കഴിഞ്ഞ സീസണിലൊക്കെ കോൺവേ, ഗെയ്ക്വാദാണ് അവർക്ക് മികച്ച തുടക്കങ്ങൾ നൽകിയത്. അപ്പോൾ ആ ഒരു ടോപ്പ് 3 വന്നു കഴിഞ്ഞാൽ സോൾഡ് ആണ്. പിന്നെ രാഹുൽ ത്രിപാഠി ഒരു നമ്പർ 4 വന്നു കഴിഞ്ഞാൽ എന്തായാലും ഓപ്പണിംഗ് ഇറങ്ങുന്നതിനേക്കാൾ ബെറ്റർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദീപക് കൂടെ പക്ക ഔട്ട് ഓഫ് ടച്ച് ആണ്. അപ്പോൾ വിജയ് ശങ്കറിനെ ട്രൈ ചെയ്യാം. പിന്നീട് അതുപോലെ യങ് ബാറ്റേഴ്സ് ഉണ്ട്, അവർക്ക് ചാൻസ് നൽകി നോക്കാം. അങ്ങനെയൊക്കെ അവർക്ക് ഒരു പരിധി വരെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരാനാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാം കറിനെ പറ്റി ബോളിംഗിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അൻഷുൽ കമ്പോജിനെ ട്രൈ ചെയ്യാം. പിന്നെ ഈ ഒരു പിച്ചിൽ എന്ന് പറയുമ്പോൾ സ്പിന്നിന് തുണയ്ക്കുന്നതായതുകൊണ്ട് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവേണ്ട സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ അവർക്കൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യാനാവുന്നതാണ്. രണ്ട് ടീമിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാച്ച്. ഒന്ന്, ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ഹോമിലെ, തങ്ങളുടെ ചെപ്പോക്കിലെ ഏറ്റവും വലിയ പരാജയം, റൺസിന്റെ ഇത് വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ പരാജയമാണ് കഴിഞ്ഞ മത്സരത്തിൽ അനുഭവിച്ചത്. അതുപോലെ രാജസ്ഥാൻ ആണെങ്കിൽ ഇതേവരെ ഒരു പോയിന്റ് നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ട് ടീമിനെ സംബന്ധിച്ചും ഈ സീസണിന്റെ ഒരു ലോങ് റണ്ണിൽ നോക്കുകയാണെങ്കിൽ വളരെ ക്രൂഷ്യലായിട്ട് മാറിയേക്കാവുന്ന മാച്ചാണിത്. അപ്പോൾ ഇതിലൊരു വിജയം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മുമ്പോട്ട് ആ ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഇനി ഈ മത്സരത്തിലൂടെ രാജസ്ഥാൻ തോൽക്കുകയാണെങ്കിൽ അവർ ഭയങ്കരമായിട്ടുള്ളൊരു ഇതിലായി പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായി 3 മത്സരങ്ങൾ തോൽവി, ആരും ഫോമിലല്ല, കഴിഞ്ഞ സീസണിലെ മാച്ച് വിന്നേഴ്സ് ടീമിലില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു കുഴിയിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയായി പോകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് ക്രൂഷ്യലാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് അവരുടെ ബെസ്റ്റ് 12 കണ്ടെത്താനുള്ള അവസരമാണ്. കാരണം എല്ലാ എവേ സ്റ്റേഡിയത്തിലും ഇവർക്ക് പറ്റിയൊരു ബൗളിംഗ് ലൈനപ്പല്ല ഇവർക്കുള്ളത്. ഇവരൊരു സ്പിൻ ഡോമിനൻറ്റ് സൈഡാണ്. അപ്പോൾ ഹൈദരാബാദിലും ബാംഗ്ലൂരിലും വാങ്കഡയിലും ഒക്കെ പോകുമ്പോൾ ഇവർക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് ഒരു എവേ മാച്ച് വിജയിക്കുക എന്നുള്ള ഒരു സംഭവം എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന, മറ്റു പിച്ചുകളെ അപേക്ഷിച്ച് എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന കണ്ടീഷൻസ് ആണ് ഗുവാഹത്തിയിലേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും ഈ മാച്ച് ക്രൂഷ്യലാണ്. ഇനിയും പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നൂർ അഹമ്മദിന്റെ പെർഫോമൻസ് വളരെ ക്രൂഷ്യലായിരിക്കും. പിന്നീട് രാഹുൽ ത്രിപാഠി ആദ്യ 2 മത്സരങ്ങളിൽ നന്നായിട്ട് കളിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും രാഹുൽ ത്രിപാഠിക്ക് ഉണ്ടാവും. പിന്നീട് രാജസ്ഥാൻ നിരയിൽ നിന്ന് റിയാൻ പരാഗ് ഞാൻ കഴിഞ്ഞ പ്രിവ്യൂ വീഡിയോ പറഞ്ഞ പോലെ റിയാൻ പരാഗിന്റെ ഹോം ഗ്രൗണ്ട് ആണ്. അസം സ്വദേശിയാണ് റിയാൻ പരാഗ്. തന്റെ ഹോം ഗ്രൗണ്ടിൽ ഈ സീസണിൽ അവസാനമായിട്ട് ആ ടീമിനെ നയിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ചൊരു പെർഫോമൻസോടുകൂടി ആ ടീമിനെ വിജയത്തിൽ എത്തിക്കാൻ റിയാൻ പരാഗിന് തീർച്ചയായിട്ടും ആഗ്രഹം കാണും. റിയാൻ പരാഗിന് ഒരു ക്രൂഷ്യൽ മാച്ചാണ്. അതുപോലെ തന്നെ ജയ്സ്വാൾ ഫോം ഔട്ട് ആണ്. പക്ഷേ ഇന്ത്യൻ ടീമിൽ തന്നെ ഏറ്റവും മികച്ച പ്ലെയേഴ്സിൽ ഒരാളാണ്. ഏറ്റവും ബ്രൈറ്റ് ഫ്യൂച്ചർ നമ്മൾ പ്രവചിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോൾ ആ ഒരു ഫോം ഔട്ടിൽ നിന്ന് കരകയറി തന്റെ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ ജയ്സ്വാളും തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആദ്യത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയിരിക്കുമോ ഡൽഹി ക്യാപിറ്റൽസ് ആയിരിക്കുമോ വിജയിക്കുന്നത്? രണ്ടാമത്തെ മത്സരത്തിൽ ഗുവാഹത്തിയിൽ വിജയിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരിക്കുമോ അതോ രാജസ്ഥാൻ റോയൽസ് ആയിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്കറ്റ് ടോക്സ് വിത്ത് കിരൺ.